ഹലോ ഗായ്സ്, അപ്പം ഞാൻ ആദ്യമായിട്ടൊരു ഓൺ വോയിസ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് കൊറോണയും പോട്ടെ ചിക്കൻ ബോക്സായിട്ട് അപ്പോൾ ഇന്നിപ്പോൾ 8ാമത്തെ ദിവസമാണ്. അപ്പം മുറി തന്നെയാണ് ഇരിക്കുന്നത്, പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങുന്നില്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലും ആവശ്യത്തിന് എൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ അങ്ങനെയൊക്കെ മാത്രമേ ഇറങ്ങുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസാണ് ഈ ചിക്കൻ ബോക്സ് വന്നിട്ട്. അപ്പോൾ എൻ്റെ ഇതിലൂടെ മുഖത്തൂടെയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം എനിക്ക് പനി നല്ല ക്ഷീണമാണ് എനിക്ക് വന്നത്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും കൈയുടെ ഇവിടെയൊക്കെ ചെറിയ ഇങ്ങനെ കുരുക്കളുണ്ടാകാൻ തുടങ്ങി. പിന്നെ ഈ കണ്ണിൻ്റെ ഇവിടെ കുരു ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ ഡോക്ടറെ പോയി കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ചിക്കൻ ബോക്സിൻ്റെ ആണ്. അപ്പോൾ അന്ന് തന്നെ വൈകുന്നേരമായിരുന്നു മേത്തൂടെ എല്ലാം ആകാൻ തുടങ്ങിയിട്ട് നല്ല വേദനയായിരുന്നു. പുറത്തൂടെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് കിടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ തലയിലായി ഇപ്പോഴും എനിക്ക് വേദനയുണ്ട്, പുറകിലൊക്കെ എനിക്ക് വേദനയുണ്ട് കേട്ടോ. മുടിയൊക്കെ ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഉള്ളിലോട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മുടിയൊക്കെ നന്നായിട്ട് എനിക്ക് പോകുന്നുണ്ട്. മുടി ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ പിടിക്കുമ്പോഴേ എൻ്റെ മുടി ഇതുണ്ട്, കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പിടിക്കുമ്പോഴും മുടി പോകാൻ കേട്ടോ ഗൈസ്. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഇതുണ്ട്. ഇതിലേക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ കുരു ഉണ്ടായിരുന്നു, ഇതൊക്കെ ഇങ്ങനെ പഴുത്ത് നിന്നാണ്. ഇവിടെയൊക്കെ ഉണ്ടായത് ഇങ്ങനെ പൊട്ടി പോയി. ഇവിടെ ഇങ്ങനെ ഹോള് പോലെ ഇരിക്കുന്നു. ചില നേരത്ത് ചൊറിയാൻ നല്ല ടെൻഡൻസിയാണ്. പിന്നെ ആര്യവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഞാനിങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കും കേട്ടോ. പക്ഷെ എന്നാലും നന്നായിട്ട് പുറമൊക്കെ നന്നായിട്ട് ചൊറിയും. പിന്നെ അതിൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. താടിയുടെ ഭാഗത്തും ഇവിടെ കവിളിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ്, പിന്നെ ഈ ഇറച്ചി മീൻ അതൊക്കെ ഒഴിവാക്കണം, എന്നിട്ട് ധാരാളം വെള്ളം കുടിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. മരുന്നുണ്ട് കുറേ കഴിക്കാൻ. പിന്നെ എന്താണ്, ഞാൻ മേലിൽ എന്നും കുളിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കിന്ന് തലയിൽ ഇങ്ങനെ കുരു ആയതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇട്ട് തോർത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തല ഇപ്പോൾ കഴുകാറില്ല. പക്ഷെ മേലൊന്നും കഴുകാറുണ്ട്. പയ്യായിട്ട് സോപ്പിട്ട് ഇങ്ങനെ കുരു പൊട്ടാത്ത രീതിയിൽ ഇങ്ങനെ വാഷ് ചെയ്യുകയായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇറക്കി വെച്ചിട്ട് എന്നിട്ട് ഒപ്പി എടുക്കാതാണ്. പക്ഷെ എന്നാലും എൻ്റെ കോളിയൊന്നും എനിക്ക് ശരിയായ നല്ല ബുദ്ധിമുട്ടുണ്ട്. മുറിക്ക് അതിങ്ങനെ ഇരിക്കുന്നുണ്ട്, അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ പഴയ ഡ്രസ്സൊക്കെയാണ് ഇപ്പോൾ ഇടുന്നത്. പിന്നെ ഇത് കഴിയുമ്പോൾ ഞാൻ കത്തിച്ച് കളയാനൊക്കെ ഓർത്തായിട്ടിരിക്കുന്നത്. പിന്നെ നൈറ്റി ഇടുമ്പോഴത്തേക്കും ഇച്ചിരി ലൂസായിട്ട് അങ്ങനെ കിടക്കും, അതുകൊണ്ട് നൈറ്റി ആയിട്ട് ഇടുന്നത്. പിന്നെ കൊച്ചും അവരൊക്കെ മാറിയാണ് ഇരിക്കുന്നത്. കുഞ്ഞിനും ഇപ്പം ജലദോഷമാണ്. ഈ ക്ലൈമറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ അങ്ങനെയൊക്കെയാണ്. പിന്നെ പാടൊക്കെ മാറുമെന്നായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ ഇപ്പം ഉണങ്ങിയിട്ടുണ്ട് ഇതൊക്കെ. പിന്നെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിയുമ്പോൾ വേണം മഞ്ഞളും ആര്യവേപ്പില ഇട്ടൊന്ന് കുളിക്കണം. ഒക്കെയാണ്. എൻ്റെ മുടി എനിക്ക് പോകുന്നതാണ് എനിക്ക് ഏറ്റവും സങ്കടം കേട്ടോ ഗൈസ്. മുടി എനിക്ക് മുഴുവൻ എന്നിട്ട് ഞാൻ അത്യാവശ്യം ആക്കി എടുത്തതായിരുന്നു, പക്ഷെ മുഴുവൻ പറഞ്ഞില്ല, മുഴുവൻ പോവുകയാണ്. പിന്നെ എനിക്ക് മെത്ത ഫുള്ളായിരുന്നു. എൻ്റെ ചെറിയ ചെറിയ ഉരുക്കളാണ്. എന്നാൽ ഒരുപാടില്ല, എന്നാൽ അടുപ്പിച്ചടുപ്പിച്ചാണ് എനിക്ക് കുരു ഉണ്ടായിരിക്കുന്നത് കേട്ടോ. എനിക്കിത് ചെവിയിലും കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ചെവിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പഴുത്ത് പൊട്ടിയിട്ടുണ്ട്. പിന്നെ കമ്മലും മാലയൊക്കെ ഞാൻ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇട്ടിട്ട് കുറേ ദിവസമായി. അപ്പം അങ്ങനെ എനിക്ക് ഫുള്ളായിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലും എൻ്റെ വലതേ കയ്യിലാണ് കൂടുതലും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇടതേ കയ്യിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഉണങ്ങുന്നുണ്ട്. ഇങ്ങനെ ഈ കുരുവൊക്കെ പൊട്ടാനിരിക്കുന്നുണ്ട്. പിന്നെ ഇടതേ കയ്യിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറെയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതുണ്ട്. പക്ഷെ ഇന്നലെയൊക്കെ എനിക്ക് ഇങ്ങനെ കൈ തട്ടിയിട്ട് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വേദന ചൊറിച്ചിലാണ് സഹിക്കാൻ പറ്റാത്തത്. അപ്പം എല്ലാം ഇങ്ങനെ ആ ഒരു എക്സ്പീരിയൻസിൽ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഞാൻ ഭക്ഷണം ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം അത് സെപ്പറേറ്റാണ്. വെള്ളം കുടിക്കുന്ന ഒരു ബോട്ടിലാണ്. പിന്നെ അത് ഞാൻ തന്നെ കഴുകി ഉപയോഗിക്കാട്ടോ. ഇങ്ങനെ വേറെ ആർക്കും കൊടുക്കുന്ന അങ്ങനെ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു.
പിന്നെ പായലാണ് കിടക്കുന്നത്, ബെഡിലൊന്നും കിടക്കുന്നില്ല. പായയിൽ മറ്റേ ഇല ഇട്ടിട്ട്, ഉള്ള ഇലയൊക്കെ വെച്ചിട്ട് ഇട്ടിട്ടാട്ടോ കിടക്കുന്നത്. പിന്നെ ഇതെങ്ങനെ പകരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കുരുക്ക് പൊട്ടിയിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമില്ല, അതൊക്കെ ഇങ്ങനെ ആരെങ്കിലും മേത്തൊക്കെ പറ്റിയാലും അങ്ങനെ ഉണ്ടാകുമെന്നാട്ടോ പറഞ്ഞത്. അല്ലാണ്ടൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പിന്നെ ഇപ്പം നമുക്ക് ഇവിടെ ഒന്നും ആരും ഒറ്റയ്ക്ക് തന്നെയാട്ടോ ഞാൻ കിടക്കുന്നതൊക്കെ. പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല. ഞാൻ പ്രതീക്ഷിക്കുന്ന വരല്ലേന്ന് ആർക്കും ഇത് തന്നെ വരാതിരിക്കട്ടെ എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വന്നവർക്ക് വരില്ല എന്നൊക്കെ കേട്ടോ പറയുന്നത്. പിന്നെ കുഞ്ഞു പിള്ളേർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറുപ്പത്തിലേ വന്നു പോകുന്നൊക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞത്. അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. അപ്പം വന്നാലും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ചിലർക്കും ഉണ്ടാവും. ഞാൻ കുറേ ഇങ്ങനെ വീഡിയോസ് കണ്ടായിരുന്നു. ഞാൻ ആദ്യം ഉണ്ടായിട്ട് പിന്നെ അതുണ്ടാകാൻ ചാൻസ് ഇല്ല, പക്ഷേ ചിലർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇനി ഉണ്ടാവില്ലെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇതോടെ എല്ലാം ഒന്ന് ഭേദമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ഇത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ കഴിയുമ്പോൾ അടുത്തൊരു വീഡിയോ എടുക്കണം എന്ന് ഓർത്തൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ.